നമസ്കാരം. ഏറ്റവുമധികം ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വിഷയമാണ് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. വയോജനങ്ങളും കേരളവും അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 2026 ആകുമ്പോഴത്തേക്കും കേരള ജനസംഖ്യയുടെ 25% 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരായിരിക്കും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ശിശു സൗഹൃദമായിട്ടുള്ള ഒരുപാട് നടപടികൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഈ വയോജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള സാമ്പത്തികവും സാമുദായികവും സാംസ്കാരികവുമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് ഇവിടെ നടപ്പാക്കേണ്ടത്, നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഈ വയോജനങ്ങൾ എന്ന് പറയുന്നവരെ വൃദ്ധരാണ്. അവരെ വൃദ്ധർ എന്ന് പറയുന്നവരെ ഒന്നിനും കൊള്ളരുതാത്ത ആളുകളാണ്. അവരെ കൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകാത്തവരാണ്, അവർക്ക് ഒരു ബാധ്യതയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് മാറേണ്ടുന്ന കാലഘട്ടമാണിത്. വയോജനങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രായമാകുന്നതനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. കൂട്ടുകുടുംബങ്ങൾ മാറിയിട്ട് അണുകുടുംബങ്ങളാകുമ്പോൾ ഒറ്റപ്പെടൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളുണ്ടാകും. ചില കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് വേണ്ടുന്ന പരിഗണനകൾ ലഭിക്കുന്നില്ല. ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഇതൊക്കെ മനുഷ്യൻ്റെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളെ അങ്ങ് വളരെയധികം വ്യാപകമാക്കി പറഞ്ഞുകൊണ്ട് വയോജനങ്ങൾ നമ്മുടെ പുരോഗതിക്ക് ഒരു തടസ്സമാണ് അല്ലെങ്കിൽ ഒരു ബാധ്യതയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. നേരത്തെയുള്ള ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റിട്ടയർമെൻറ്റ് വേണ്ട എന്ന്. റിട്ടയർമെൻറ്റ് വേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് അവൻ്റെ പ്രാവീണ്യം വർദ്ധിക്കുന്നത് പരിചയസമ്പത്തിലൂടെയാണ്. കൂടുതൽ നാൾ ജോലി ചെയ്യുന്നതനുസരിച്ച് അവൻ കൂടുതൽ പരിചയസമ്പന്നനാകുന്നു, കൂടുതൽ എക്സ്പേർട്ടാകുന്നു. അതുപോലെ ഓരോ മേഖലകളിലും, ഏത് മേഖലയായിക്കൊള്ളട്ടെ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ രംഗങ്ങളിൽ കൂടുതൽ എക്സ്പേർട്ടൈസ് കിട്ടുന്നത് സീനിയേഴ്സായിട്ടുള്ള ആളുകൾക്കാണ്. അല്ലാതെ അവരെ പിരിച്ചു വിട്ടുകൊണ്ടല്ല താഴെ പുതിയ നിയമനങ്ങൾ കണ്ടെത്തേണ്ടത് എന്ന് ഒരിക്കൽ ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ വയോജനങ്ങളെന്ന് പറയുന്നവർ ഒരു പരിണാമം മാത്രമാണ് മനുഷ്യ ജീവിതത്തിൽ. ശിശുവായിട്ട് ജനിച്ച് യുവത്വത്തിലൂടെ കടന്ന് വയസ്സാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വയോജനങ്ങൾക്ക് ഞാൻ ഈ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ പലതും ഇവിടെ നിലവിലുള്ളപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള നയപരിപാടികളാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അതായത് അത് പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള, വൃദ്ധരായിട്ടുള്ള പ്രായമായ ആളുകൾക്ക് വേണ്ടിയുള്ള പുതിയ ഇൻഷുറൻസ് സംവിധാനങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെങ്കിൽ അത് ആരംഭിക്കണം. വയോജനങ്ങൾക്ക് സൗഹൃദമായിട്ടുള്ള രീതിയിൽ ഉള്ള ആശുപത്രി സൗകര്യങ്ങൾ, അത് സർക്കാർ ആശുപത്രികളിലായാലും സ്വകാര്യ മേഖലയിലായാലും കൂടുതൽ ശക്തിപ്പെടുത്തണം. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ ഈ വിമൻ കമ്പണൻറ്റ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് 10% മാറ്റി വയ്ക്കുന്നത് പോലെ ഒരു പ്രായത്തിന് അപ്പുറത്തുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ആളുകളുടെ സഹായത്തിന് വേണ്ടിയുള്ള ധനം കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള പണം മാറ്റിവെക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് ഉറപ്പ് നൽകുന്ന രീതിയിലുള്ള മാർഗങ്ങൾ അവലംബിക്കണം. ഇതാണ് ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വയോജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും വികസനത്തിനും ഉപയോഗപ്പെടുന്ന രീതിയിൽ ആക്കി തീർക്കുന്നതിലേക്ക് വേണ്ടി, അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള നിരവധി കർമ്മവേദികൾ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് പറ്റിയ നിരവധി സ്ഥാപനങ്ങൾ അത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അല്ലാതെ കേരളത്തിലെ 25% ആളുകൾ വയോജനങ്ങളാകുന്നു പറഞ്ഞാൽ അതൊക്കെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ ഭാഗം മാത്രമാണ്. ആദ്യം ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ ആദ്യ സ്റ്റേജിൽ ജനനനിരക്കും മരണനിരക്കും വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് വികസനം തുടങ്ങുമ്പോൾ മരണനിരക്ക് കുറയും. ആശുപത്രി സൗകര്യങ്ങളൊക്കെ വികസിക്കുമ്പം ജനനനിരക്കിനകത്ത് വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. അപ്പം ജനസംഖ്യാ വർധനവ് കൂടും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ടും കുറയും, ജനനനിരക്കും മരണനിരക്കും കുറയും. കേരളത്തിലെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ മുൻപേ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഇവിടെ കുട്ടികളുടെ എണ്ണം കുറയുകയും അതോടൊപ്പം തന്നെ പ്രായമായ ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യ പരിപാലനത്തിലുള്ള നേട്ടം കൊണ്ടാണ് ആയുർദൈർഘ്യം കൂടുന്നതും കൂടുതൽ ആളുകൾ ജീവിച്ചിരിക്കുന്നതും. അതൊരു ബാധ്യതയായിട്ടല്ല കാണേണ്ടത്, മറിച്ച് രാജ്യത്തിൻ്റെ വികസനത്തിന് ഈ
പ്രായമായിട്ടുള്ള ആളുകളെ, പ്രായമായ എന്ന് പറയുന്നതിനേക്കാളേറെ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ എങ്ങനെ പരിരക്ഷിക്കാം, അവരുടെ കഴിവുകളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, അവരുടെ കഴിവുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരിൽ തന്നെ ആലംബഹീനരും ആരോഗ്യരഹിതമായിട്ടുള്ളവർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകുന്നതിലേക്കുള്ള പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത്.